ഇന്നത്തെ ഒരു ബ്രൈഡ് ടു ബി കേക്കാണ് കേട്ടോ. വാനില കേക്കായിരുന്നു. 1.5 കിലോനാണ് കേട്ടോ വെയിറ്റ് വരുന്നത്. നമ്മൾ ടോപ്പിലായിട്ട് ഇതുപോലെ ഒരു പാരൽ നൈഫിന്റെ ഡിസൈൻ കൊടുക്കുന്നുണ്ട്. താഴ്ഭാഗത്തായിട്ട് പിങ്ക് കളർ ഷെയ്ഡിൽ ഈ ഒരു ഫോണ്ടന്റ് ടൂൾ വെച്ചിട്ട് നമ്മളൊരു ഡിസൈൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫുള്ളി കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള കേക്കായിരുന്നു. വൈറ്റ് ആൻഡ് പിങ്ക് കളറാട്ടോ കസ്റ്റമർ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിൽ വെക്കാനായിട്ടൊരു കട്ടിങ് ഉണ്ടായിരുന്നു. ബ്രൈഡ് ടു ബി കേക്ക് ആണല്ലോ, അപ്പോൾ ഒരു ബ്രൈഡിനെ പോലെ തോന്നിക്കുന്ന ഒരു പിക്ചറാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ കേക്കിൽ വെക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വെക്കാനുള്ള ഒരു ബ്രൈഡ് ടു ബിയുടെ ടോപ്പറാണ് കേട്ടോ. പിന്നെ എൻ്റെ മുന്നത്തെ ഒരു വീഡിയോയ്ക്ക് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ക്യാമറാമാനോട് എവിടെയെങ്കിലും പോയി ഇരിക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ ക്യാമറാമാൻ എൻ്റെ മോളാണ് കേട്ടോ. എൻ്റെ എല്ലാ വീഡിയോസും എടുത്തു തരുന്ന അവളാണ്. അവൾ 2ാം ക്ലാസ്സിലേക്ക് എത്തുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ പരിമിതികൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ എത്രയും പെട്ടെന്നൊരു സ്റ്റാൻഡ് വാങ്ങുന്നതായിരിക്കും. അപ്പോൾ ഇതായിരുന്നു കേട്ടോ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. കുറച്ച് ഗോൾഡൻ ഫ്ലെക്സും കൂടി വെക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് കപ്പ് കേക്ക് ഉണ്ടായിരുന്നു. ഒരു 6 കപ്പ് കേക്കും 6 കേക്ക് പോപ്സും കൂടി ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കേക്ക് നമ്മൾ ഈ സ്റ്റാർ നോസിൽ വെച്ചിട്ടാണ് കേട്ടോ ഡെക്കറേറ്റ് ചെയ്യുന്നത്. വൈറ്റ് ആൻഡ് പിങ്ക് കളർ ഷെയ്ഡിൽ തന്നെയാണ് കപ്പ് കേക്കും വന്നിട്ടുള്ളത്. കപ്പ് കേക്കിൻ്റെ മുകളിലൊക്കെ ആയിട്ട് നമ്മൾ ഈ സ്പ്രിങ്കിൾസ് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതോടെ കപ്പ് കേക്കിൻ്റെ പരിപാടിയും കഴിഞ്ഞു. പിന്നെ കേക്ക് പോപ്സ് ആയിരുന്നു. കേക്ക് പോപ്സും മാറണുണ്ട്, പക്ഷെ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.